എ സി ഫണ്ടമെൻ്റൽസ്, അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഏറ്റവും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു വോൾട്ടേജ് അതിൻ്റെ പൊളാരിറ്റി കൃത്യസമയത്ത് മാറുകയാണെങ്കിൽ അതിനെ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയും. അതായത് നമ്മൾ ഡി സിയിൽ പഠിക്കുമ്പോൾ ഡി സിയുടെ അകത്ത് ഒറ്റ പൊളാരിറ്റി ഉള്ളൂ, ഒരെണ്ണം പ്ലസ് മൈനസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്നാൽ എ സിയുടെ അങ്ങനെയല്ല. എ സിയുടെ ഒരു വേവ്സ് പോലെ ആയിരിക്കും അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. അത് നമ്മൾ ഫർദർ ഇതിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വോൾട്ടേജ് ഒരു സർക്യൂട്ടിൽ കൊടുത്താൽ ആദ്യം അതിലൊരു കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദിശയിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ദിശ മാറ്റി ഒഴുകുന്നത് കാണാം നമുക്ക്. അത് ഈ ഡി സിയുടെ കേസിലാണെങ്കിൽ അതിൽ കറണ്ടിൻ്റെ ദിശകൾക്ക് ഒരു വ്യതിയാനം സംഭവിക്കില്ല എന്നുള്ളൊരു കാര്യം അതിൻ്റെ അകത്തുണ്ട്. എന്നാൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുക്കുന്ന സർക്യൂട്ടുകളിൽ അതിൻ്റെ കറണ്ടിൻ്റെ ദിശ മാറുന്നതാണ്. അപ്പോൾ അങ്ങനെ മാറുന്ന ഇതിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നും, പിന്നെ അത് മാറുന്നത് ഒരു വേവ് രൂപത്തിലാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു വേവ് ഫോം അനുസരിച്ചാണ് നമുക്കതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതായത് നമ്മൾ ഇനി പഠിക്കും പലതരം വേവ് ഫോംസ് ഉണ്ട്. സൈൻ വേവ്, പിന്നെ അതുപോലെ ട്രയാങ്കുലർ വേവ്, അങ്ങനെ പലതരം വേവ് ഫോംസ് ഉണ്ട്. സ്ക്വയർ വേവ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലാണ് ഇതിൻ്റെ ഒരു വേവ്സിൻ്റെ ഒരു ഗ്രാഫുകൾ വരിക. നമ്മൾ പലതരം വേവ് ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതിൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് സൈൻ വേവ് ഫോം ആയിരിക്കും. കാരണം അതാണ് കുറച്ചും കൂടി ബാക്കിയുള്ളതിനെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഉപകരണങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളത്. നമ്മൾ സൈൻ വേവ് ഇൻവെർട്ടർ എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലെല്ലാം അതിൽ ഇൻവെർട്ടറിൽ സംഭവിക്കുന്നത് ഡി സിയെ എ സി ആക്കുന്ന ഒരു സംവിധാനമാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി സി ആയിട്ടുള്ളൊരിതിനെ ഡയറക്റ്റ് കറണ്ടിനെ സൈൻ വേവ് രൂപത്തിലാണ് കൺവെർട്ട് ചെയ്യുന്നതെന്നുണ്ട്. ചില പഴയ ഇതിലൊക്കെ ട്രയാങ്കുലർ വേവ്സ് അല്ലെങ്കിൽ സ്ക്വയർ വേവ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സ്ക്വയർ വേവ് ഇൻവെർട്ടർ എന്ന് കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പണ്ടത്തെ ആ ഇൻവെർട്ടറുകൾ യൂസ് ചെയ്യുമ്പോൾ കറണ്ട് പോയി കഴിയുമ്പോൾ ഫാനിൻ്റെ ശബ്ദം കുറച്ച് വ്യത്യാസങ്ങൾ വരായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ചെല്ലുന്ന ആ ഉപകരണത്തിലേക്ക് ചെല്ലുന്ന വേവ് സ്ക്വയർ വേവ് ആയിരുന്നു. സൈൻ വേവ് ആണ് ഏതൊരു ഉപകരണത്തിന് ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ഉപയോഗപ്പെടുന്ന വേവ്. മറ്റേതിലും വർക്ക് ചെയ്യും, എന്നാൽ സൈൻ വേവ് ആണ് ബെറ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞ സൈൻ വേവിൻ്റെ ഒരു രൂപം ഇങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് ഗ്രാഫ് രണ്ട് ഇതായിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും ആയിട്ട് നമുക്ക് വിചാരിക്കുകയാണെങ്കിൽ, എക്സ് ആക്സിസിൽ ഇതിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ ഒമേഗ ടി ആംഗുലർ വെലോസിറ്റി എന്ന് പറയാം. ആംഗുലർ വെലോസിറ്റി π/2 അങ്ങനെ ആ ഒരു ഇതിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിക്ക് സമമാണ്. π/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അങ്ങനെ അത് ഓരോ വാല്യൂസിലും നമുക്ക് കിട്ടുന്ന ഈ എം എന്ന് പറഞ്ഞ വൈ ആക്സിസിൽ വരച്ചേക്കുന്നത് വോൾട്ടേജാണ്. അപ്പോൾ വോൾട്ടേജും ഈ ആംഗിളും അല്ലെങ്കിൽ ഓരോ ആംഗിളിലുള്ള വോൾട്ടേജിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് കാണുന്നത്. അതായത് ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം π/2 എന്ന ആ ഒരു ഏകദേശം ഒരു വേവിൻ്റെ മിഡിലായിട്ട് വരുമ്പോഴത്തേക്കും മാക്സിമം വോൾട്ടേജിലെത്തും. അതായത് അതിൻ്റെ ഒരു ഏറ്റവും ടോപ്പിലെത്തിയിട്ട് ആദ്യം സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ ടൈമിൽ ആംഗിളും സീറോ ആയിരിക്കും, അല്ലെങ്കിൽ ഒമേഗ ടി എന്ന് പറഞ്ഞ വാല്യൂ സീറോ ആണ്. അത് കഴിഞ്ഞിട്ട് π/2 എന്ന് പറഞ്ഞ വാല്യൂവിലെത്തുമ്പോഴത്തേക്കും മാക്സിമം ആയിട്ടുള്ള ഒരു വോൾട്ടേജിലേക്ക് എത്തുന്നു. അതിനുശേഷം ആ വോൾട്ടേജ് കുറഞ്ഞ് പൈ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 180 ഡിഗ്രി എന്ന് പറയാം, അതിലെത്തുമ്പോഴത്തേക്കും പിന്നെയും പൂജ്യമാകുന്നു. ഇനി അടുത്ത ഈ ഒരു ഇത് ഫസ്റ്റ് സൈക്കിളിന് ശേഷം സെക്കൻഡ് സൈക്കിൾ, ഇതിനെ ഫസ്റ്റ് സൈക്കിൾ എന്ന് പറയും, 0 to π വിട്ട്. അതുകഴിഞ്ഞിട്ട് സെക്കൻഡ് ഇതിൽ പൈ മുതൽ 2π വരെ, അതായത് 180 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെയുള്ള ഒരു വേവ് ഫോമാണ് കാണുന്നത്. അപ്പോൾ ഈ കേസിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടത് എക്സ് ആക്സിസിൻ്റെ മുകളിലായിട്ടായിരുന്നു, അല്ലെങ്കിൽ വൈയുടെ പോസിറ്റീവ് പൊളാരിറ്റിയിലായിരുന്നു നമ്മൾ വരച്ചിരുന്നത്. അതായത് EM + EM എന്ന് നിങ്ങൾക്ക് എഴുതിയേക്കുന്നത് കാണാം. അതായത് അതിൻ്റെ പോസിറ്റീവ് ആക്സിസിലായിരുന്നു ആദ്യം നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. എന്നാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ അതിൻ്റെ പൊളാരിറ്റി മാറുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പ്രകാരം ഇപ്പോൾ മൈനസ് പൊളാരിറ്റി ആയി മാറിയിരിക്കുന്നു.
പോസിറ്റീവിൽ എന്ത് സംഭവിച്ചോ അതേ സംഭവം തന്നെ സംഭവിക്കുന്നു. എന്നാൽ അതിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈ എന്ന് പറഞ്ഞ ആംഗുലർ വെലോസിറ്റിയിൽ അതിൻ്റെ വാല്യൂ 0 ശേഷം അത് താഴത്തേക്ക്, അതായത് നെഗറ്റീവായിട്ട് അതിൻ്റെ വാല്യൂ കൂടുന്നു. പൊളാരിറ്റി മാറി എന്നർത്ഥം. പൊളാരിറ്റി മാറി ഒരു മധ്യഭാഗത്തെത്തുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ ഏറ്റവും മാക്സിമം ആയിരിക്കുന്നു. അതിൻ്റെ വാല്യൂ ഇ മാക്സ് പോസിറ്റീവ് സൈക്കിൾ കാണിച്ചിട്ടുണ്ട്, ഇ മാക്സ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഇ മാക്സ് തന്നെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ പൊളാരിറ്റി വ്യത്യാസം ഉണ്ടാവും. അത് നെഗറ്റീവ് വെച്ചായിരിക്കും നമ്മളത് മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം ആ ഒരു ഒമേഗ ടിക്ക് ശേഷം വീണ്ടും അത് കുറഞ്ഞ് തിരിച്ച് 0ലേക്ക് 2πയിൽ എത്തിച്ചേരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഒരു വോൾട്ടേജിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതായത് ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന് ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇ സമം ഇ എം സൈൻ ഒമേഗ ടി. അതിൽ ഇ എം എന്ന് പറഞ്ഞത് മാക്സിമം വോൾട്ടേജ്, അതായത് ഇപ്പോൾ കണ്ട ഈ ഗ്രാഫിൽ ഏറ്റവും മാക്സിമം വരുന്ന ആ π/2 അല്ലെങ്കിൽ 3π/2 വരുന്ന ആ ഒരു സമയത്തുള്ള ഇ മാക്സ് എന്ന് പറഞ്ഞ വോൾട്ടേജ്, അതാണ് ഇ എം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റിയാണ് ഇൻറ്റു ടൈം. ഒമേഗ ടി ആണ് ആക്ച്വലി നമ്മുടെ അതായത് π/2 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഒമേഗ ഇൻറ്റു ടൈമാണ് അവിടെ എഴുതിയിരിക്കുന്നത് എക്സ് ആക്സിസിൽ. സൈൻ വേവ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വേവ് ഫോമാണ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും അതൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ കോയിലിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്നൊക്കെ പഠിച്ചിരുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുതലെടുക്കാൻ, അതായത് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറുകളും പല മോട്ടറുകളും പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഒരു 90% സക്സസ്ഫുള്ളായിട്ട്, ഓൾമോസ്റ്റ് ഒരു 100% സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ഇതിലുപയോഗിക്കാൻ വേണ്ടി സഹായിക്കുന്ന സൈൻ വേവ് ആണ്. അതായത് മറ്റ് പല വേവ് ഫോംസ് ഉപയോഗിക്കുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതിൻ്റെ, അതുകൂടാതെ ആ മോട്ടറിൻ്റെ സ്പീഡും അതൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകും. ഇതിപ്പോൾ സൈൻ വേവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈൻഡിങ് ഒക്കെ അതേപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഒരു ഏകദേശം 90% ഇൻഡക്ഷൻ മോട്ടറുകളും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, സൈൻ വേവിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുമാത്രമല്ല കണക്ക് കൂട്ടാനും, അതായത് നമ്മൾ കറണ്ടെന്ന് പറഞ്ഞൊരു വസ്തു നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്തൊരു വസ്തുവാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓരോ കാൽക്കുലേഷനുകളും ഓരോ കണക്കുകൂട്ടലുകളും എന്തായാലും നമ്മൾ വേവ് ഫോം രൂപങ്ങളിലാണ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ വേവുകളായിട്ട് നമ്മൾ കറണ്ടിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേവ് ഫോംസ് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഇതേപോലെ നേരത്തെ കണ്ട പോലെ പ്ലോട്ട് ചെയ്യാനും, അതുകൂടാതെ അതിലെ കണക്കുകൂട്ടലുകൾ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സൈൻ വേവ് ഫോമിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി നമുക്ക് ഇതിൽ ഓരോ ടേംസ് ഒന്നും കൂടി ഞാൻ എടുത്ത് പറയുകയാണ്. ഇതിൽ എ സി വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്, അത് എപ്പോഴും വേവ് ഫോം എന്നുള്ള ഒരു വാക്ക് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് കാരണം അത് ഒരു വേവിൻ്റെ രൂപത്തിൽ, ഇപ്പോൾ നിങ്ങൾ വേവ് ഫോം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈൻ വേവിൻ്റെ ഒരു ഇത് മനസ്സിൽ സങ്കല്പിക്കാം. അപ്പോൾ ഈ വേവ് ഫോം സാധാരണ നമ്മൾ വോൾട്ടേജും പിന്നെ അതിൻ്റെ സമയമോ അല്ലെങ്കിൽ ആംഗിളായിട്ടുള്ള ഒരു വ്യതിയാനത്തിനെയാണ്, ആ ഒരു തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നത്. അതായത് ഒരു സമയത്തിൻ്റെ ടേംസിൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ എ സി ഇവിടുത്തെ യൂസ് ചെയ്യുന്ന KCBയുടെ സപ്ലൈ യൂസ് ചെയ്യുന്നത് 50 ഹെർട്സ് ആണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ വേവ് ഫോം ഇതേപോലെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വേവ് ഫോം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഇപ്പോൾ ഈ വരച്ചേക്കുന്ന ഒരു വേവ് ഫോം, ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതിയേക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 0.02 മില്ലി സെക്കൻഡ്സ് എടുക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഞാൻ ടൈമിൻ്റെ ടേംസിൽ പറഞ്ഞതാണ്. ഇതിൻ്റെ അകത്ത് ടൈമിന് പകരം ആംഗിളിൻ്റെ ടേംസിലാണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഒമേഗ ഇൻറ്റു ടി എന്ന ടേംസിലാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. അടുത്തതായി പറയാനുള്ളത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ, അത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നിമിഷത്തിൽ, ഒരു പ്രത്യേക ടൈമിൽ അതിൻ്റെ ഒരു മൂല്യത്തെയാണ്, അതായത് ഇപ്പോൾ ഒരു കറണ്ടിൻ്റെ ഒരു ഇത്ര ടൈമിലുള്ള അല്ലെങ്കിൽ ഇത്ര ആംഗിളിലുള്ള ഒരു വാല്യൂ എത്രയാണെന്ന് അറിയാം, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക മൂല്യത്തിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടിരുന്നു, ഇവിടെ E =
EM sin omega t. അപ്പോൾ ഇതിൽ ആ ആംഗിൾ ഒമേഗ ടി എന്ന് പറഞ്ഞതിൻ്റെ ആംഗിൾ ഇപ്പോൾ π/2 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ sin π എത്രയാണ്, sin π/2 എത്രയാണ് എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ സമയത്തെയും ഓരോ ഇൻസ്റ്റൻറ്റിലെയും, അതായത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ π/2 എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഏത് ആംഗിളും നമുക്കിതിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ടൈം നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ടി എന്ന് പറഞ്ഞ ടൈമാണല്ലോ, ടൈമും പിന്നെ ആംഗുലർ വെലോസിറ്റിയും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ വോൾട്ടേജിനാണെങ്കിൽ V = എന്നോ അല്ലെങ്കിൽ E = എന്ന് എഴുതും, എന്നിട്ട് EM sin omega t അതേപോലെ എഴുതും. കറണ്ട് ആണെങ്കിൽ I = IM sin omega t എന്ന് പറഞ്ഞ് എഴുതും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട സൈക്കിൾ എന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിരുന്നു ഇവിടെ ഒരു മുകളിലേക്ക് 0 to π വരെയുള്ള ആ സമയത്ത് മുകളിലേക്ക് കയറി ഇറങ്ങി 0ലേക്ക് തിരിച്ചു വരുന്നത് കാണാം. തിരിച്ച് പൈയിൽ നിന്ന് 2πയിലേക്ക് പോകുമ്പോഴും അതേമാതിരി തുടരുന്ന കാണാം. അപ്പോൾ നമ്മൾ പ്ലസ് എക്സ് ആക്സിസിൻ്റെ മുകളിലുള്ള ഭാഗം പ്ലസ്സും എക്സ് ആക്സിസിൻ്റെ താഴെയുള്ള ഭാഗം മൈനസായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യം 0 to π വരെ കംപ്ലീറ്റ് ചെയ്യുന്നതിനെ പോസിറ്റീവ് സൈക്കിൾ എന്നും π to 2π വരെ കംപ്ലീറ്റ് ചെയ്യുന്നതിനെ നെഗറ്റീവ് സൈക്കിൾ എന്നും നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ സൈക്കിൾ എങ്ങനെ ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ, പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ഒരു കണ്ടക്ടർ, അതായത് നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ നമ്മൾ കൊണ്ടുപോവുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ അത് നോർത്ത് പോളും സൗത്ത് പോളും മുഴുവനായി നീങ്ങുമ്പോൾ ആവുന്നു ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അതായത് പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും രണ്ടും കൂടി ആവുന്ന ടോട്ടലിനാണ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈക്കിളിനെ നമ്മൾ ആംഗിളിൻ്റെ ടേംസിൽ പറഞ്ഞാൽ 360 ഇലക്ട്രിക്കൽ ഡിഗ്രീസ് എന്നും പറയാം. അതായത് ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ 360 ഡിഗ്രി കറക്കുമ്പോഴാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഓൾട്ടർനേഷൻ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഓൾട്ടർനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ദിശകൾ മാറുന്നത്. അപ്പോൾ അതിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് അതിൻ്റെ അരഭാഗത്തിന് അതിൻ്റെ ഓൾട്ടർനേഷൻ എന്ന് പറയും. അരഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട പോസിറ്റീവ് സൈക്കിളിനെ ഒരു ഓൾട്ടർനേഷൻ എന്ന് പറയാം, മറ്റേ അടുത്ത പാർട്ടിന് അടുത്ത ഓൾട്ടർനേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു ഓൾട്ടർനേഷൻ 180 ഡിഗ്രി, അടുത്ത ഓൾട്ടർനേഷൻ 180 ഡിഗ്രി, അങ്ങനെ ടോട്ടൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 360 ഡിഗ്രി. അടുത്ത ഞാൻ നേരത്തെ പരാമർശിച്ച ഒരു വാക്കാണ് ഫ്രീക്വൻസി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ തീരുമാനം അല്ലെങ്കിൽ മുഴിപ്പിക്കുന്നതിനാണ് വൈദ്യുതിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയുടെ യൂണിറ്റ്സ് ഒന്നുമില്ലെങ്കിൽ സൈക്കിൾ പെർ സെക്കൻഡ് എന്നും പറയാം, അല്ലെങ്കിൽ ഹെർട്സ് എന്നും വിളിക്കാം. അതായത് ഒരു സൈക്കിൾ പെർ സെക്കൻഡാണ് ഒരു ഹെർട്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇത് നമ്മുടെ KCB എന്നൊക്കെ നമുക്ക് സപ്ലൈ കിട്ടുന്നത് 50 ഹെർട്സിൻ്റെയാണ്. ചില വിദേശ രാജ്യങ്ങൾ അത് 60 ഹെർട്സും വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞത് സമയത്തിൻ്റെ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈക്കിൾ നേരത്തെ കണ്ട പോസിറ്റീവ് നെഗറ്റീവും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 0.02 മില്ലി സെക്കൻഡ്, അതായത് 0.02 ഇൻറ്റു അല്ലെങ്കിൽ 0.02 ഡിവൈഡ് ബൈ 100 അങ്ങനെ 6 അത്ര, അതായത് 0.02 ഇൻറ്റു 10⁻⁻⁶ സെക്കൻഡ്സ് എടുക്കുന്ന ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കും. അതിനെയാണ്, അതായത് സെക്കൻഡിനേക്കാളും വളരെ കുറച്ച് ഒരു ടൈമിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ അങ്ങനെ അത്രയും സ്പീഡിലാണ് നമ്മുടെ ഈ കറണ്ടിൻ്റെ ഒരു പ്രവാഹം നടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ 50 ഹെർട്സിൻ്റെ ഒരു ടേംസിലാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ആ ടൈമിന് ടൈം പീരീഡ് എന്ന് പറയാം. അതായത് ഒരു വേവ് ഫോം മുഴുപ്പിക്കാൻ ഉണ്ടാകുന്ന സമയം. ഞാൻ നേരത്തെ ഫ്രീക്വൻസിയുടെ ടൈംസിൽ പറഞ്ഞു. ഇപ്പോൾ ഇത് ടൈം എത്ര സെക്കൻഡിലാണോ ആ ഒരു സൈക്കിൾ ഇലക്ട്രിക് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്, അതിനെ ടൈം പീരീഡ് എന്ന് പറയുന്നു. അടുത്തത് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഏറ്റവും കൂടിയ വാല്യൂവിന് അല്ലെങ്കിൽ മൂല്യത്തിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ട EM എന്ന് പറഞ്ഞ വാല്യൂ, അല്ലെങ്കിൽ കറണ്ടിൻ്റെ ടൈംസിൽ പറയുകയാണെങ്കിൽ IM എന്ന് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, മാക്സിമം വാല്യൂ. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഫ്രീക്വൻസി F എന്നും നമ്മൾ ടൈം പീരീഡ് T എന്നും വിചാരിക്കുക. ഇപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സമയം 1 സെക്കൻഡാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേരെ തിരിച്ച് പറയുകയാണെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫ്രീക്വൻസി 1 ഹെർട്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് എടുക്കാനുള്ള ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 1/f ആണ്.
അതായത് ഫ്രീക്വൻസി എഫ് ആണ്. അപ്പോൾ അതിൻ്റെ 1/f ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടൈം പീരീഡ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോമുല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും എഴുതാം. ടൈം പീരീഡ് ഈക്വൽ ടു 1/ഫ്രീക്വൻസി ഓർ ഫ്രീക്വൻസി ഈക്വൽ ടു 1/ടൈം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 0.02 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞ വാല്യൂ എനിക്ക് കിട്ടിയത് ഈ ടൈം പീരീഡ് ഈക്വൽ ടു 1/f. അതിൽ 50 ഹെർട്സ് ആ ടി ഈക്വൽ ടു ടി ഈക്വൽ ടു 1/f എന്ന് യൂസ് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത് 1/50. ഞാൻ പറഞ്ഞൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 1/50 0.02 സെക്കൻഡ്സ് ആണ്. 0.02 സെക്കൻഡ്സ് ആണ്, മില്ലി സെക്കൻഡ് അല്ല. 0.02 സെക്കൻഡ്സ് ആണ്. 1/50 നമ്മൾ ചെയ്യുന്നു. അപ്പോൾ 0.02 സെക്കൻഡ്സ് എന്ന് പറഞ്ഞ് കിട്ടുന്നു. അടുത്തതായി ഫ്രീക്വൻസിയും സ്പീഡും തമ്മിലുള്ള ബന്ധമാണ്. അതായത് ഒരു കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ നമ്മൾ കറക്കാൻ ഉദ്ദേശിക്കുകയെന്ന് വിചാരിക്കുക. സപ്പോസ് അതിൻ്റെ കോയിലിൻ്റെ സ്പീഡ് n എന്ന് പറഞ്ഞുള്ള ആർ പി എം എന്ന് പറഞ്ഞ റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. ആ ഒരു സ്പീഡിലൊക്കെ ഇറങ്ങുന്നത്. സൗത്ത് പോൾ നോർത്ത് പോളിൽ കൂടെ സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് കരുതുക. അപ്പോൾ സപ്പോസ് അതിലുള്ള പോളുകളുടെ എണ്ണം, നോർത്ത് പോളിൻ്റെ സൗത്ത് പോളിൻ്റെ എണ്ണം പി എന്ന് പറഞ്ഞ് നമ്മൾ രേഖപ്പെടുത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ പി എന്ന് പറഞ്ഞൊരു നമ്പറാന്ന് വിചാരിക്കുക, ഒരു 4 6 അങ്ങനെ ഒരു നമ്പറാണ്. അപ്പോൾ പി പോളുകളുള്ള ഒരു AC ജനറേറ്റർ ഒരു കറക്കം കറങ്ങുമ്പോൾ P/2 സൈക്കിൾ ജനിക്കുന്നു. അതായത് ഇപ്പോൾ 4 പോളുള്ള ഒരു ജനറേറ്റർ കറങ്ങുവാണെങ്കിൽ 4/2 അങ്ങനെ സൈക്കിൾ ജനിക്കുന്നു. അപ്പോൾ ഒരു ജനറേറ്ററിന് കറങ്ങുന്നതിൻ്റെ സ്പീഡ് n എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സെക്കൻഡിൽ അത് n/60 അത്രയും കറക്കം കറങ്ങും. അതായത് ടോട്ടൽ ഒരു മിനിറ്റിൽ ആണ് RPM എന്ന് പറഞ്ഞ റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ n/60 അത്രയും കറക്കമാണ് കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സൈക്കിൾ പെർ സെക്കൻഡ് ആണല്ലോ. അപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞു ഇപ്പോൾ P/2. P എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് ആണ് പറഞ്ഞത്. n/60 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സെക്കൻഡിൽ കറങ്ങുന്ന കറക്കം. അപ്പോൾ അങ്ങനെ നമുക്കത് ടോട്ടലി ഫ്രീക്വൻസി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോമുലയിൽ സൈക്കിൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു, അതായത് സ്പീഡ് ഓഫ് ദ ജനറേറ്റർ അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ടർ, നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ കറക്കിയ കണ്ടക്ടറിൻ്റെ സ്പീഡ് ഈക്വൽ ടു 120 ഇൻറ്റു എഫ്, അതിൻ്റെ ഫ്രീക്വൻസി /p എന്ന് പറഞ്ഞാൽ പോളുകളുടെ എണ്ണം. അടുത്തതായിട്ട് ആംഗുലർ വെലോസിറ്റിയുടെ ഫ്രീക്വൻസി തമ്മിലുള്ള ബന്ധമാണ്. ആംഗുലർ വെലോസിറ്റി ഈക്വൽ ടു ആംഗിൾ ടൈം ടേക്കൺ. അതായത് ആംഗിളുകളിലെ ഡിഗ്രി കൂടാതെ നമ്മൾ പൈ 2π എന്ന രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി എന്നർത്ഥം. 2π എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി എന്നർത്ഥം. അപ്പോൾ 2π/t എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി/t. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ടി എന്ന് പറഞ്ഞാൽ 1/ഫ്രീക്വൻസിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷൻ ആംഗുലർ വെലോസിറ്റിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2π/t ഉള്ളതിന് പകരം 1/f എഴുതി, അങ്ങനെ 2πf എന്ന് കിട്ടി. ആംഗുലർ വെലോസിറ്റി ഈക്വൽ ടു 2πf എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഫോമുലകൾ. T ഈക്വൽ ടു 1/f, F ഈക്വൽ ടു Pn/120 അല്ലെങ്കിൽ N ഈക്വൽ ടു 120f/p, പിന്നെ ഒമേഗ ഈക്വൽ ടു W അല്ല ഒമേഗയാണ്, ഒമേഗ ഈക്വൽ ടു 2πf. ഇങ്ങനെ ഇതെല്ലാം ഇതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ്. ഒരു DC സപ്ലൈ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എപ്പോഴും അതിൻ്റെ ഗ്രാഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് നമുക്ക് എളുപ്പമായിരിക്കും അതിൻ്റെ കണക്കൂട്ടൽ. എന്നാൽ നമ്മൾ AC വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ കറണ്ടിൻ്റെ കേസുകളിൽ കണ്ടു അതിൻ്റെ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ പല കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു AC വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിനെ നമ്മൾ 3 രീതിക്ക് പറയാറുണ്ട്. ഒന്നുകിൽ പീക്ക് വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ, അതുകൂടാതെ മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ RMS ഓർ എഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞ രീതിക്കാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. DCയുടെ കേസിൽ അങ്ങനെയില്ല. ഇപ്പോൾ 5 വോൾട്ട് എന്നാൽ 5 വോൾട്ട് അല്ലെങ്കിൽ 1 ആമ്പയർ എന്ന് പറഞ്ഞാൽ 1 ആമ്പയർ അങ്ങനെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഈ കേസിൽ നമുക്ക് കുറച്ച് 3 ഓപ്ഷൻസാണ് നമുക്ക് തന്നേക്കുന്നത്. അത് ഓരോ സന്ദർഭോചിതമായിട്ട് നമ്മളത് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മാക്സിമം വാല്യൂ നമ്മൾ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ ആ ഒരു വേവ് ഫോമിൽ ഏറ്റവും കൂടി നിൽക്കുന്ന വാല്യൂ അത് 2 പ്രാവശ്യം വരുന്നു. ഒന്ന് പോസിറ്റീവ് സൈക്കിളിലും ഒന്ന് നെഗറ്റീവ് സൈക്കിളിലും. അതിനെ EM അല്ലെങ്കിൽ IM, ഇപ്പോൾ വോൾട്ടേജ് ആണെങ്കിൽ EM, കറണ്ട് ആണെങ്കിൽ IM എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിയത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. സാധാരണ ഉപകരണങ്ങളിൽ അതിൽ അത്ര പ്രാധാന്യമില്ലാത്തൊരു കാര്യമാണ് ഈ മാക്സിമം വോൾട്ടേജ്. എന്നാൽ ഈ ഇൻസുലേഷൻ മെറ്റീരിയലുകൾ അതിൻ്റെ അകത്ത് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഈ മാക്സിമം വോൾട്ടേജ് എന്നുള്ള
വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ആ ഒരു ഇതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള മാക്സിമം വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് അത് പ്രകാരമായിരിക്കണം ഇതിൻ്റെ ഇൻസുലേഷൻ കൊടുക്കേണ്ട കേസുകളൊക്കെ വരുന്നത്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം ആകെത്തുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈക്കിളുള്ള കാരണം സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പോലെ പറയുന്നത്, പോസിറ്റീവ് സൈക്കിളിൽ അതിൻ്റെ വാല്യൂ +5 ആണെങ്കിൽ നെഗറ്റീവ് സൈക്കിളായിട്ട് ടോട്ടൽ വാല്യൂ -5 ആകും. അപ്പോൾ ടോട്ടൽ രണ്ടും കൂടി ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് ഈ മൊത്തത്തിലുള്ള ഒരു ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുള്ളൂ. എന്നാൽ നമ്മളൊരു ഹാഫ് സൈക്കിളിൻ്റെ, അതായത് ഒരു പോസിറ്റീവ് സൈക്കിളിൻ്റെയോ അല്ലെങ്കിൽ നെഗറ്റീവ് സൈക്കിളിൻ്റെയോ ആവറേജ് കാണുകയാണെങ്കിൽ 0 ആയിരിക്കില്ല ലഭിക്കുന്നത്. അതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ്, അതായത് കറണ്ടിൻ്റെ ടേംസ് പറയുക ആവറേജ് = 0.637 × IM എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൊണ്ട് മാക്സിമം വാല്യൂ. ഇതേ കേസ് തന്നെ വോൾട്ടേജിൻ്റെ കേസിലും നമുക്ക് ഉപയോഗിക്കാവുന്നത്. അതിൽ ഈ AV എന്ന് പറഞ്ഞാൽ വോൾട്ടേജിൻ്റെ ആവറേജ് വാല്യൂ = 0.637 × EM എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാവുന്നത്. അടുത്താണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേം RMS വാല്യൂ അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂ. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടി പാസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ കണ്ടക്ടറിൻ്റെ അകത്ത് ഹീറ്റ് ലോസ് ഉണ്ടാവും. അതായത് അതിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് മൂലം നമുക്ക് കുറച്ച് ലോസുകൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഹീറ്റ് ലോസിൻ്റെ ഒരു ടേംസിലാണ് നമ്മൾ RMS വാല്യൂ, AC കറണ്ടിൻ്റെ RMS വാല്യൂ പറയുന്നത്. അതായത് ഒരു ഡയറക്റ്റ് കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടി ഒഴുകുമ്പോൾ നിശ്ചിത സമയത്ത് ഉത്പാദിപ്പിക്കുന്ന ചൂട് അതേ സമയത്ത് തന്നെ ഈ ഒരു പർട്ടിക്കുലർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പോകുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെട്ടാൽ ആ ഡയറക്റ്റ് കറണ്ടിൻ്റെ വാല്യൂ ആണ് ഈ AC കറണ്ടിൻ്റെ RMS വാല്യൂ. അതായത് ഒരു താരതമ്യപ്പെടുത്തിയിട്ട്, അതായത് DC കറണ്ട് പോകുമ്പോൾ ഒരു ചൂടുണ്ടാകുന്നു. അപ്പോൾ സപ്പോസ് അത് ഇത്ര ഡിഗ്രിയാണ്, ഒരു 5 ഡിഗ്രിയാണ്, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയുന്നത് 5 ഡിഗ്രിയാണെന്ന് വയ്ക്കുക. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് അതേ 5 ഡിഗ്രി ഉണ്ടാവുകയാണെങ്കിൽ ആ നേരത്തെ പോയ DC കറണ്ടിൻ്റെ അതേ വാല്യൂ ആണ്, അല്ലെങ്കിൽ ആ വാല്യൂ ആണ് നമ്മൾ ഈ പറഞ്ഞ AC കറണ്ടിൻ്റെ RMS വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ IRMS = IM/√2 അല്ലെങ്കിൽ 0.707 × IM എന്നും വിളിക്കാം. അത് കറണ്ടിൻ്റെ ടേംസിലാണ്. വോൾട്ടേജിൻ്റെ ടേംസിൽ RMS എന്ന് പറഞ്ഞാൽ 0.707 × EM. ഈ 1/IM അല്ലെങ്കിൽ EM/√2 എന്ന് എഴുതിയേക്കാൻ 1/√2 ആണ് ഈ 0.707 എന്ന് പറഞ്ഞ വാല്യൂ. ഇനി അടുത്തതായി 2 ടേംസും കൂടി നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. നമ്മുടെ എക്സാമുകളിൽ ഇതൊക്കെ ചോദിക്കാം. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു ടേമാണ്. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ RMS വാല്യൂ / ആവറേജ് വാല്യൂ ആണ്. അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ പഠിച്ച 2 ഫോർമുല വെച്ച് ചെയ്യുകയാണെങ്കിൽ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ 0.707 × മാക്സിമം വാല്യൂ ആണ്. അത് വോൾട്ടേജ് ആയിക്കോട്ടെ കറണ്ട് ആയിക്കോട്ടെ, രണ്ടിൻ്റെയും ടേംസിൽ സെയിം തന്നെ. 0.707 × മാക്സിമം വാല്യൂ ആണ് RMS വാല്യൂ. ആവറേജ് വാല്യൂ എന്നാൽ 0.637 × മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിവൈഡ് ചെയ്ത് RMS വാല്യൂ / ആവറേജ് വാല്യൂ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഈ 1.1 ആണ്. അതായത് ഇതൊരു ടേമാണ്, അത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഫോം ഫാക്ടർ ഓഫ് AC വോൾട്ടേജ് എത്ര എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്തത് പീക്ക് ഫാക്ടറാണ്. പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ / RMS വാല്യൂ. ഇതൊരു ടേമാണ്. അപ്പോൾ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ EM അല്ലെങ്കിൽ IM, അത് വോൾട്ടേജിൻ്റെ കറണ്ട് ടേംസിൽ എഴുതുകയാണെങ്കിൽ അങ്ങനെ. പിന്നെ RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.707 × മാക്സിമം വാല്യൂ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.414 എന്ന് പറഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പീക്ക് ഫാക്ടറും ഫോം ഫാക്ടറും 2 ടേംസാണ്. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക.